കുട്ടിക്കലാശം ഒഴിവാക്കിയ കാപ്പൻ പറയുക സമാപന സമ്മേളനം വെച്ചാൽ കോൺഗ്രസ്സുകാർ മുഴുവൻ കള്ളു കുടിച്ച് കൂത്താടി പാലായിൽ മൊത്തം അലമ്പാക്കുമെന്ന്. എന്തുവാ എന്റെ കാപ്പ ഇങ്ങനെയൊക്കെ പറയുന്നത്? പാലക്കാരെല്ലാവരും കള്ളു കുടിച്ച് ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്നവരാണെന്നാണോ നിങ്ങളുടെ ധാരണ? പാലക്കാരെ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരെ ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? പാലക്കാർ കള്ളു കുടിക്കും, മുണ്ട് മടക്കി കുത്തുകയും ചെയ്യും. പക്ഷെ അലമ്പുണ്ടാക്കേണ്ട സ്ഥലത്തെ അലമ്പുണ്ടാക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പിന് ഒരു ഉത്സവമായി കണ്ട് കാപ്പിനു വേണ്ടി കൈയും മെയ്യും മറന്ന് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിച്ച കോൺഗ്രസ്സുകാർക്ക് ഇത് തന്നെ വേണം. ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറിയ പഴയ മാണിക്കാർക്കും വയറു നിറച്ചു കിട്ടി. കാപ്പൻ ഒരു കാര്യം മനസ്സിലാക്കണം. അവനവന്റെ കയ്യിലെ കാശ് കൊടുത്ത് തന്നെയാണ് കലാശക്കൊട്ടിൽ പങ്കെടുക്കാൻ വരുന്ന ഏതാണ്ട് ഒട്ടുമിക്ക പേരും രണ്ട് പെഗ്ഗടിക്കുന്നത്. ചിലരൊക്കെ നിങ്ങൾ കൊടുക്കുന്ന വാട്ടവെള്ളം കുടിക്കും. കയ്യിലെ കാശു മുടക്കി നിങ്ങൾക്ക് സിന്ദാബാദ് വിളിച്ചിട്ട് കള്ളുകുടിയൻ എന്ന ചീത്തപ്പേര് മാത്രം മിച്ചം. കാപ്പനിപ്പോൾ പാലായിലെ കോൺഗ്രസ്സുകാരുടെ വോട്ട് ആവശ്യമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ സ്വതന്ത്ര കൂട്ടായ്മയും ചുമന്നുകൊണ്ട് നടക്കുന്നത്. പാലായിലെ സ്ഥാനാർത്ഥി ഇപ്പോൾ ദിയയാണോ കാപ്പനാണോ എന്ന് സംശയമാണ്. പാലായിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് നശിപ്പിച്ചു കളഞ്ഞത് കാപ്പന്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി വിവരക്കേട് മാത്രം വിളിച്ചു പറയുന്ന കാപ്പൻ എന്നും ജോസ് കെ മാണിയെ അവഹേളിക്കാനും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അത് പാലക്കാർക്ക് നന്നായി അറിയാം. നാളിതുവരെ പാലായിൽ രാഷ്ട്രീയം പറയാൻ കാപ്പൻ ശ്രമിച്ചിട്ടില്ല. അത് കോൺഗ്രസ്സുകാർ പരസ്യമായി തന്നെ പറയുന്നുണ്ട്. കെ എം മാണിയുമായി രാഷ്ട്രീയമായി എതിരഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും കെ എം മാണി എന്നും പാലായുടെ വികസനത്തിന് കയ്യും മെയ്യും മറന്ന് പണിയെടുത്തിട്ടുണ്ട്. IIIT എന്താണെന്ന് കാപ്പന് മനസ്സിലാകാതെ പോയതിന് കാപ്പനെ കുറ്റം പറയുന്നില്ല. പക്ഷെ ആ വിവരക്കേട് UDF ചെലവിൽ വിളിച്ചു പറഞ്ഞത് ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റം തന്നെയാണ്. റീജിയണൽ ക്യാൻസർ സെന്ററിന് ശേഷം സർക്കാർ നേതൃത്വത്തിൽ പാലായിൽ ഒരു ക്യാൻസർ ആശുപത്രി ഉയർന്നു വരുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ നിരുത്തരവാദിത്തപരമായ പ്രസ്താവനകൾ നടത്തിയത് കോൺഗ്രസുകാർക്ക് കുറച്ചല്ല അതൃപ്തി ഉണ്ടായിരിക്കുന്നത്. മാണി സി കാപ്പന്റെ കയ്യിലിരിപ്പ് കൊണ്ട് കോൺഗ്രസ്സുകാരും ഷോണിന്റെ പിന്നാലെ പോയതുകൊണ്ടാണ് കൊട്ടിക്കലാശം പോലും വേണ്ടെന്ന് വെച്ചത്. കള്ളു മേടിച്ചു കൊടുത്താൽ പോലും കൊട്ടിക്കലാശത്തിന് വരാൻ ആളില്ലാത്ത അവസ്ഥയിലായി മാണി സി കാപ്പൻ. കോൺഗ്രസ്സുകാരെ അത്രമാത്രം വേദനിപ്പിച്ചു. ഇപ്പോൾ പണ്ട് കുരങ്ങനെ പറ്റിയതുപോലെ പറയാൻ പാടില്ലാത്ത സാധനം ആപ്പിലായി എന്ന് പറയുന്നത് പോലെയായി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കൈയും കാലും ഇട്ടടിക്കുക. കെ എം മാണി 90% പൂർത്തിയാക്കിയ പദ്ധതികൾ പോലും പൂർത്തിയാക്കാതിരുന്നത് ജോസ് കെ മാണിയുടെ കുത്തിത്തിരിപ്പ് കൊണ്ടാണെന്ന് വരുത്തി തീർക്കാനാണ് കാപ്പൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും അത് മുഴുവൻ തിരിഞ്ഞുകൊത്തി. ഒടുവിൽ സകല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് ജോസിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പോലും വലിയ രീതിയിൽ കാത്തിരിക്കുന്ന തോൽവിയെ ഭയന്നിട്ട് തന്നെയാണെന്നാണ് പൊതുജന സംസാരം.